നശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു. ആരെല്ലാം ഉണ്ടായിരുന്നോ? ലോത്തിനെയും ഭാര്യയും അബ്രഹാത്തിനുള്ള വിശ്വാസ പ്രതിയാണ് അവിടുന്ന് കൊച്ചോടാനായിട്ട് അനുവദിച്ചു. എന്നിട്ടും ലോത്തിന്റെ ഭാര്യ ഉപ്പതൂണായി പോയി. നോഹര് വട്ടാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ജോലിയൊന്നുമില്ല, ഭ്രാന്താണെന്ന് പറഞ്ഞിരിക്കുന്നു. ഞാനെന്ത് സംഭവിച്ചു? പെട്ടകത്തിനടുത്ത് കിടന്നവർക്ക് പോലും അതിക്കാൻ രക്ഷപ്പെടാനോ നീയും അതേപോലെ തന്നെ രക്ഷപ്പെടില്ല. ദൈവത്തിന് ഭൂമിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് പ്രവം പിടിക്കുന്നിടത്ത് നിൽക്കില്ല കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ സന്ദേശം പറഞ്ഞത്. നേരത്തെ നമ്മോട് വരുന്ന സന്ദേശമാണ് കുടുംബമാണ് ഭൂമിക്ക് ചെറുതല്ല, ഒരുപാട് വലുതായി. എവിടെയെങ്കിലും ഒരു അതിനെ പുറത്തിറങ്ങി കൂട്ടായ്മകൾ നടക്കുന്നുണ്ട്. അതൊക്കെ നോക്കണം. പനി മാറിക്കഴിഞ്ഞാൽ അത് എടുത്ത് തിരിച്ച് യോജിച്ച് എവിടെ വെച്ചായിരുന്നു മാറി, എങ്ങനെയായിരുന്നു മാറി, എപ്പോഴാണ് മാറിയത്, ഇവിടെ ദിവസം എത്ര ഉപകരണം വായിക്കുന്നു. രോഗശാന്തിക്ക് എന്തെങ്കിലും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? രോഗശാന്തി അല്ല ഒരിക്കലും പ്രാധാന്യം, ആത്മരക്ഷയാണ് പ്രാധാന്യം. രോഗശാന്തി ഇന്ന് കിട്ടിയ നാളെ അത് വീണ്ടും ഉണ്ടാവും. ഇന്ന് കിട്ടുന്ന രോഗശാന്തി നാളെ നിങ്ങൾക്ക് അതിനേക്കാൾ വലുതായിട്ട് വരും. ആത്മാവ് നശിച്ചു പോയാൽ അതിനെ തിരിച്ചെടുക്കാൻ സാധിക്കില്ല. പിന്നെ നിങ്ങൾ രോഗശാന്തിയുടെ പറഞ്ഞുകൊണ്ട് ഓടുന്നത് നിങ്ങളുടെ ആത്മാവിനെ ഇട്ടിരിക്കുന്ന മുറിവുകളാണ്. ആത്മാവിലുള്ള മുറിവുകൾ സുഖപ്പെടുമ്പോഴാണ് രോഗം സൗഖ്യമാകുന്നത്. അതിന് പറഞ്ഞിരിക്കുന്നതാണ് നമ്മളത് പൂർണ്ണമായിട്ടും വീണ്ടും ജനനം സ്വീകരിച്ച് 6:15 വീണ്ടും ജനനം ചെയ്യാനായിട്ട് തയ്യാറാകുമ്പോൾ മാറ്റത്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് വീണ്ടും ജനനം? എന്തോ വീണ്ടും ജനനം? പുതിയ സൃഷ്ടിയായി. ഇവിടെ 3-4 കോടി ചെരുപ്പ് കിടപ്പുണ്ട്. അവിടെ നോക്കി കാണാം. പുതിയ സൃഷ്ടിയായതാ. അതിന്റെ പുതിയ ചെരുപ്പിട്ടുണ്ട്, പഴയത് ഇവിടെ കിടപ്പുണ്ട്. പുതിയത് കൊണ്ടുവന്ന ഒരു വെറുങ്കാലോടുകൂടി ഞാൻ പോയി. വേറെ വല്ല മാറ്റം ഉണ്ടോ? അപ്പൊ നിങ്ങളുടെ മുമ്പിൽ തന്നെ കിടപ്പുണ്ട് ചെരുപ്പ്. 2-3 ജോഡി ചെരുപ്പ് അവിടെ കിടപ്പുണ്ട്. പിന്നെ അനുനിമിഷം ചെയ്തു പോയ വന്നുപോയ പാപത്തെ കുറിച്ച് ദൈവസന്നിധിയിൽ അനുദപിക്കാനായിട്ട് തയ്യാറാകുമ്പോഴാണ് ദൈവത്തിന്റെ ജ്ഞാനം നമ്മളിലേക്ക് വരുന്നത്. ദൈവഭക്തി ആർക്കുണ്ടോ അതിലാണ് ദൈവ ഭയം ഉണ്ടാകുന്നത്, ദൈവിക ജ്ഞാനം കൊണ്ട് നിറയുന്നത്. അതാ സുഭാഷിതം 9 പറയുന്നുണ്ട്.
ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ഉറവിടം. ഹൃദയത്തിൽ എപ്പോഴും അനുദപിക്കണം, ദൈവമേ എനിക്കെതിരായി പാപം ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ. നമ്മളെ കേൾക്കുന്നതും അറിയുന്നതുമെല്ലാം ദൈവം കാരുണ്യവാനാണ്, ദൈവം കരുണയുള്ളവനാണ്, ദൈവം കരുണയുള്ളവനാണ്. പക്ഷെ നമ്മളിപ്പോ എങ്ങനെയുള്ളതാണ്? ദൈവഭയം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ദൈവഭയമില്ല. അതാണ് ഈ നാശത്തിനെല്ലാം കാരണം. പ്രകൃതി തന്നെ തിരിയുന്നത് അതുകൊണ്ടല്ല. ഏതെല്ലാം പ്രശ്നങ്ങൾ വരാൻ പോകുന്നുണ്ടായെന്ന് പറഞ്ഞാലും പേടി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. അതുകൊണ്ട് പിള്ളേരൊക്കെ വണ്ടിയിൽ കയറി പാഞ്ഞു പറിച്ച് പോയി ചിഹ്നത്തിനോട്ട് ചെവറിച്ച് പോകും. ജീവിക്കണമെന്ന് താല്പര്യം വല്ലതും ഉണ്ടോ? ആ വണ്ടിയോട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പറത്തി വിട്ടേക്കില്ല. ഇതിന്റെ അവസാനം എന്ത് സംഭവിക്കുന്നില്ല അറിയാവോ? അവര് പറയുന്ന ആര് തന്നെ അംഗീകരിച്ചാൽ മതി. ഞാൻ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്ന് കാണിച്ച എല്ലാവരും പറയുന്നില്ല, അംഗീകരിക്കുന്നു. ഇതിനാണ് ചെയ്യുന്നത്. അവസാനം പെട്ടിക്കാതെ കയറുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതം നമ്മള് നിലനിർത്തേണ്ടത് അവരോട് തന്നെ കടമയാണ്. കുടുംബത്തെ നിലനിർത്തുന്നത്. ചിലപ്പം നിങ്ങള് കറിക്ക് ഉപ്പിപ്പോയെന്ന് പറഞ്ഞായിരിക്കും, ചിലപ്പോ ഉപ്പില്ലെന്ന് പറഞ്ഞായിരിക്കും ഇടിച്ചു തുടങ്ങുന്നത്. രാത്രി സമയത്ത് കിട്ടിയില്ലെന്ന് പറഞ്ഞായിരിക്കും. നിസ്സാരമായിട്ടുള്ള കാര്യമായിരിക്കും വരുന്നത്. അതിലൂടെ കുടുംബം ഭിന്ന ഭിന്നമായിട്ട് ചെതറിപ്പോകുന്ന അവസ്ഥയിലേക്ക് വരാൻ ഇതിനോട് സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഇനി വളരെ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. വീട്ടിൽ വഴക്കോ ബഹളമൊക്കെ ഉണ്ടാക്കാനായിട്ട് തയ്യാറാകുമ്പോൾ അതുപോലെ തന്നെ മക്കളെ വളരെയധികം സൂക്ഷിച്ച് നിയന്ത്രിക്കുക. ഞാൻ പറഞ്ഞിട്ട് അവര് എങ്ങോട്ടെങ്കിലും പോകാനായിട്ട് താല്പര്യമാണ്, അവരെ ആ വഴിക്കാൻ വിട്ടേക്കുക. അനുസരിച്ചില്ലെങ്കിൽ അവര് പോയി നശിക്കല്ല, വേറെ കാര്യമൊന്നുമില്ല. പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ കർത്താവ് പറഞ്ഞില്ലേ, അവരുടെ അവിടെ വഴിക്ക് വിട്ടേക്കുക. അവര് അന്ധന്മാരെ നയിക്കുന്ന അന്ധരാണ്. ഇപ്പൊ കാല് പിടിച്ച് കരഞ്ഞിട്ടും കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല, പിന്നെന്താ ചെയ്യേണ്ടത്? ആ വഴിക്കങ്ങ് പോയേക്ക്, വിട്ടേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. കർത്താവ് എപ്പോഴും വെളിപ്പെട്ടിരിക്കൊണ്ടിരിക്കുന്ന ഊരിപ്പിടിച്ച ആള് ഒരു കടവുമായിട്ടാണ് രാവിലെ മുതൽ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇവിടെ അപേക്ഷകത്തുകൾ ഉപകാര സ്പന്ദനയൊക്കെ വായിക്കുന്നുണ്ട്. സമൂഹത്തിൽ വായിക്കാനായിട്ട് ഒക്കുന്നതാണോ നോക്കില്ലെങ്കിൽ മാറ്റുന്നത്. ഒരിക്കലും പരാതിയോ പ്രശ്നങ്ങളോ ഒന്നും പറയാൻ പാടില്ല ഇവിടെ. ഇനി ഒരിക്കലും നിങ്ങള് സൗമ്യതയോ സമാധാനമോ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അങ്ങോട്ടുള്ള ഒരേ നിമിഷങ്ങളെ കർക്കശമാണ്. വേണ്ടത് മാത്രം പ്രവർത്തിക്കും, വേണ്ടാത്തത് അപ്പോഴേ തള്ളിക്കളയുക. അതുകൊണ്ട് ദൈവം നമുക്ക് തരുന്ന ഒരേ മുന്നറിയിപ്പുകളും അതിൻ്റെതായ രീതിയിലൂടെ മുന്നോട്ട് പോകാനായിട്ടാണ്. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവര് വരുന്ന ഓരോരുത്തരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് തിരുത്തറിയാനും ഇല്ലാതാക്കാനും ഒക്കെ ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നു. അതോടെ ഓരോരുത്തർ പറഞ്ഞ അച്ഛൻ പറയുന്നു പോലെ ഇവിടെ പോലെന്നാ പറയുന്നത്. ഇപ്പൊ അച്ഛന്മാരും ബിഷപ്പും ഒന്നും അല്ല, ജനങ്ങള് പരസ്പരം പറയാൻ തുടങ്ങും. ഞാൻ പറഞ്ഞിട്ടെന്താ, ഇത് കഴുത്തേലിട്ടുകൊണ്ട് നടക്കുകയോ ഇത് ഉപയോഗിക്കുകയോ ചെയ്യുന്ന അടി കിട്ടും. അടി ഉറപ്പാ നിങ്ങൾക്ക്. കഴുത്തേന്നൊക്കെ വലിച്ചു പൊടിച്ച് കളയും ഈ ജവമാല.
ഒരുപാട് വകുപ്പുകളുണ്ട് ഇനി മുന്നോട്ട് വരാനായിട്ട്. യവന്മാരുടെ പ്രാർത്ഥന കേൾക്കുന്ന പോലും അരോചകമായിട്ട് തീരും. വീട്ടിലുള്ളവർക്ക് പൈശാച ബന്ധനത്തിന് അടിമപ്പെടുന്ന ഭർത്താവാകാം, മക്കളാകാം, ഭാര്യയാകാം, ആരായിരുന്നാലും അവര് ഭയങ്കരമായിട്ട് ആക്രോശിച്ചിട്ട് വേണ്ട, ഇത് പറയണ്ട, ഇത് പറയാതെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും. ഭയങ്കര അസ്വസ്ഥതകളുണ്ടാകും. കാരണം ഭൂമിയിൽ നിന്ന് പരിശുദ്ധാൽ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ അടയാളമാണ് ലോകമ്പാടും കാണുന്ന അനർത്ഥ പ്രശ്നങ്ങളും ദുരിതങ്ങളും. നമ്മള് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കുകയും നന്ദി.